വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ ദൈവകൃപയിൽ മുമ്പോട്ട് പോകാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിപ്പാൻ ബലഹീന നടിയനെയും അങ്ങ് സഹായിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയ ജീവിതത്തിൽ കേൾക്കുന്ന വചനം അനുഗ്രഹമായി അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുമ്പോട്ട് നയിക്കപ്പെടുവാൻ മുഖാന്തരമൊരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, 2 Chronicles chapter 20 verse 12. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് ഉയർന്നിരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ നേരിടുമ്പോൾ അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നാം അവയെ അതിജീവിക്കുന്നത്, അല്ലെങ്കിൽ അതിജീവിക്കുവാൻ കഴിയുമോ എന്നുള്ള ഭയത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഒരുപക്ഷെ ഉണ്ടായേക്കാം. ലോകപരമായി പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത പ്രശ്നങ്ങളാകാം ഒരുപക്ഷെ വലിയ പർവ്വതം പോലെ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മനസ്സ് തളർന്നു പോകുന്ന, നിരാശയിൽ പോലുമായി തീരുന്ന, എന്തിനു വേണ്ടി ക്രിസ്തീയ വിശ്വാസത്തിൽ ഉള്ളവർ പോലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ഇന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവഭയത്തിൽ ജീവിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ എങ്ങനെ നേരിടണം ആ പ്രയാസങ്ങളെ എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് 2 ദിനവൃത്താന്തത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. യഹോശാഫാത്ത് എന്ന രാജാവ് യഹൂദയുടെ രാജാവായി ഭരണത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പിതാവായ ആസ ദൈവഭയത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ആസായുടെ രാജ്യഭരണം ആരംഭിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നതായിട്ട് നാം തിരുവചനത്തിലൂടെ കാണുകയാണ്. എന്നാൽ മരണത്തോടടുക്കുമ്പോൾ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു രാജാവായിട്ട് ആസയെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അവൻ്റെ മകനായ യഹോശാഫാത്ത് യഹൂദ രാജാവാകുകയാണ്. അന്ന് നമുക്കറിയാം, ശൗലിൻ്റെയും ദാവീദിൻ്റെയും ശലോമോൻ്റെയൊക്കെയും രാജ്യഭരണം കഴിഞ്ഞ് ഈ ഇസ്രയേൽ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുകയാണ്. 10 ഗോത്രങ്ങളും 2 ഗോത്രങ്ങളുമുള്ള 2 രാജ്യങ്ങൾ. അവിടെ ഇസ്രയേൽ രാജ്യവും യഹൂദ രാജ്യവും. അങ്ങനെ യഹൂദ രാജ്യം ഭരിക്കുന്ന യഹോശാഫാത്ത് രാജ്യഭരണത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് ഹിതമായത് പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരു രാജാവായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയും. എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അവനൊരു വലിയ പ്രതിസന്ധിയിൽ വരികയാണ്. ആ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചത്. 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? അവർക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ
നിങ്കലേക്ക് ഉയർന്നിരിക്കുന്നു. യഹോശാഫാത്ത് രാജാവ് 17-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 2 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. അവൻ യഹൂദായിലെ കോട്ട കെട്ടിയുറപ്പിച്ച പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ നിയോഗിച്ചു. യഹൂദാ ദേശത്തും തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത എഫ്രൈം പട്ടണങ്ങളിലും കാവൽ സേനയെ നിയോഗിച്ചു. യഹോശാഫാത്ത് ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യകാല വഴികളിൽ നടന്നതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ബാൽ വിഗ്രഹങ്ങൾ അന്നത്തെ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നപ്പോഴും അതിൽ ആശ്രയിക്കാതെ സത്യദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭയത്തിൽ രാജ്യഭരണം ആരംഭിക്കുന്ന ഒരു രാജാവായിട്ട് യഹോശാഫാത്തിനെ നാം അവിടെ കാണുകയാണ്. എന്നിട്ട് നാം വായിക്കുന്നു, ഇസ്രായേലിൻ്റെ മാർഗത്തിൽ നടക്കാതെ അവൻ തൻ്റെ പിതാവായ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജ്യം ആ കാലയളവിൽ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, ബിംബങ്ങളെ ബാൽ വിഗ്രഹങ്ങളെയൊക്കെയും ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. എന്നാൽ അവരെ പോലെയല്ല. നാം വായിക്കുകയാണ്, ഇസ്രായേലിൻ്റെ മാർഗത്തിൽ നടക്കാതെ അവൻ തൻ്റെ പിതാവായ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയും ചെയ്തു. യഹോവ അവൻ്റെ രാജ്യത്വം സുസ്ഥിരമാക്കി എല്ലാ യഹൂദായിലും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധാരാളം ധനവും മാനവും കൈവന്നു. അങ്ങനെ രാജ്യഭരണം ആരംഭിച്ച് ദൈവഭയത്തിൽ ജീവിച്ച ഈ രാജാവിന് ദൈവം അനുഗ്രഹങ്ങൾ നൽകി അവനെ നയിക്കുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് നാം താഴോട്ട് വരുമ്പോൾ വീണ്ടും വായിക്കുന്നു 6-ാം വാക്യം. അവൻ്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ സന്തോഷിച്ച് ധൈര്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തൻ്റെ പിതാവ് ദൈവത്തെ അന്വേഷിച്ചിരുന്നു. അതുകൊണ്ടല്ല, പിന്നെ ദൈവവുമായൊരു ബന്ധം അവനുണ്ട്. കാരണം അവനിതൊക്കെയും ചെയ്തത്, ആ ചെയ്യുന്നതിൽ അവനൊരു സന്തോഷമുണ്ട്. ദൈവിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ട് യഹോശാഫാത്തിനെ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ നമുക്ക് കഴിയാറുണ്ടോ? നാം അത് ഒരു നിബന്ധനയായി അല്ലെങ്കിൽ നമ്മുടെ ഒരു കടപ്പാടായി ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായി അതൊരു പാഷനായി ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. യഹോശാഫാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ്. ദൈവത്തെ അല്ലാതെ മറ്റാരെയും അന്വേഷിക്കുവാൻ അവന് തുനിയുന്നില്ല. മാത്രമല്ല, നാം വായിക്കുകയാണ്, അവൻ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിക്കുവാനായി ബെൻഹയിൽ, ഒബദ്യാവ്, സെക്കരിയാവ്, നെഫനയേൽ, മീഖ എന്നീ തൻ്റെ പ്രഭുക്കന്മാരെ അയച്ചു. അവരോടുകൂടെ യമയ്യാവ്, സഥന്യാവ്, സെബദ്യാവ്, അസാഹേൽ, ശെരിമാരോത്ത്, യഹോനാഥൻ, അദോനിയാവ്, തോബ് അദോനിയാവ് എന്നീ ലേവ്യരും അവരോടുകൂടെ ഏലിശാമ, യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു. അവർ യഹൂദായിൽ ഉപദേശിച്ചു. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു. അപ്പോൾ അവൻ മാത്രമായിരുന്നില്ല, രാജാവ് മാത്രമായിരുന്നില്ല, ആ രാജ്യത്ത്, യഹൂദ രാജ്യത്ത് വസിച്ചിരുന്ന ജനമൊക്കെയും ഈ ദൈവത്തെ ആശ്രയിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും സാഹചര്യങ്ങൾ അവൻ ഒരുക്കുകയാണ്. അവരെ ഉപദേശിക്കുവാൻ തക്കവണ്ണം അവൻ്റെ വിശ്വസ്തരായ അല്ലെങ്കിൽ പുരോഹിതന്മാരെയൊക്കെയും അവരുടെ ഇടയിലേക്ക് അവൻ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അങ്ങനെ 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, യഹോവയിൽ നിന്നൊരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളുടെ മേൽ വീണിരുന്നു കൊണ്ട് അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. അപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ ആരാധിച്ചും യഹോശാഫാത്ത് മാത്രമല്ല, യഹൂദയിലുള്ള എല്ലാ ജനതകളും ജീവിച്ചിരുന്നതുകൊണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് യഹൂദ രാജ്യത്തെ ഭയപ്പെടുകയാണ്. അവർക്കെതിരെ യുദ്ധത്തിന് അവർ മുതിരുന്നില്ല എന്ന് നാം അവിടെ കാണുകയാണ്. തന്നെയല്ല, 11-ാം വാക്യത്തിൽ നാം പറയുന്നത്, ഫെലിസ്ത്യരിലും ചിലർ യഹോശാഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു. അരാബ്യരും അവന്
7700 ആട്ടുകൊറ്റന്മാരും 7700 വെള്ളാട്ടുകൊറ്റന്മാരെയും ഉള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു. അവർക്ക് ശത്രുക്കളായിരുന്ന സൈന്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ പോലും അവനെ കാഴ്ചയായിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവം അവരോട് കൂടെ ഉണ്ട് എന്ന് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ ഒക്കെയും മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു പ്രവർത്തനമായിരുന്നു യഹോശാഫാത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. ഒരു കാരണവശാലും ശത്രുക്കളായി അന്നുവരെയും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമീപ രാജ്യങ്ങളിലുള്ള ആർക്കും അവനെതിരെ വരുവാൻ ഉള്ള ബലമുണ്ടായിരുന്നില്ല. തുടർന്ന് നാം വായിക്കുകയാണ്, യഹോശാഫാത്ത് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. യഹൂദായിൽ കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. അവന് യഹൂദ നഗരങ്ങളിൽ വളരെയധികം പ്രവൃത്തികളുണ്ടായിരുന്നു. പരാക്രമശാലികളായ യോദ്ധാക്കൾ യെരുശലേമിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ഏറ്റവും വലിയ സമ്പന്നനും അവൻ്റെ രാജ്യം വലിയ ശക്തമായ രാജ്യമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം അവനെ ആക്കുന്നതായിട്ട് നാം കാണുകയാണ്. 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിന് ആദ്യ ഭാഗത്ത് നാം വായിക്കുകയാണ്, യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവനെ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുകയാണ്. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ദൈവകൃപയിൽ ജീവിക്കുന്ന, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ ദൈവം മാനിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അവരെ വഴി നടത്തുന്നു എന്ന് നമുക്ക് യഹോശാഫാത്തിൻ്റെ ജീവിതത്തിൽ കാണുവാൻ തക്കോണം കഴിയും. ആസ എന്ന അവൻ്റെ പിതാവിൻ്റെ അവസാന കാലങ്ങളിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചില്ല എന്ന് 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. 12-ാമത്തെ തിരുവചനം, ആസായിക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ രോഗം ബാധിച്ചു. രോഗം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തൻ്റെ രോഗാവസ്ഥയിൽ യഹോവയെ അല്ല വൈദ്യന്മാരെയാണ് അന്വേഷിച്ചത്. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ ആസ അവൻ്റെ പിതാവ് ദൈവത്തെ അതുവരെ ആശ്രയിച്ച് മുമ്പോട്ട് പോയിരുന്ന ആസ എന്ന രാജാവ് ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ അവൻ ലോകത്തിൽ അല്ലെങ്കിൽ ലോകപ്രകാരം വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നതായിട്ടും അവനവിടെ മരണപ്പെടുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ യഹോശാഫാത്ത് തൻ്റെ രാജ്യഭരണം ആരംഭിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുന്നതായിട്ട്, രാജ്യഭരണം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ യഹോശാഫാത്ത് ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലെത്തുകയാണ്. അവിടെയാണ് യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ നാം 20-ാം അധ്യായത്തിൻ്റെ ആദ്യ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം വായിക്കുകയാണ്. 1-ാമത്തെ തിരുവചനം, അതിനുശേഷം മൊവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, ഒരു വലിയ സൈന്യം കടലിനക്കരെ ആരാമിൽ നിന്ന് നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൺ താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ടു. അവൻ യഹോവയെ അന്വേഷിക്കുവാൻ തീരുമാനിച്ച് യഹൂദയിലെല്ലാം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അപ്പോൾ യഹോശാഫാത്ത് ഈ വാർത്ത കേൾക്കുകയാണ്. അവൻ ശക്തനാണ്, അവൻ പ്രബലനാണ്, സൈന്യങ്ങളുണ്ട്. എങ്കിലും ചില രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഈ യഹൂദ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ യഹോശാഫാത്ത് എന്താണ് ചെയ്യുന്നത്? അവനൊരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ഉപവാസം, അവൻ യഹോവയെ അന്വേഷിക്കുവാൻ തീരുമാനിച്ച് യഹൂദയിലെല്ലാം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അപ്പോൾ ആ രാജ്യം, അവൻ മാത്രമല്ല, ആ രാജ്യത്തിലുള്ള യഹൂദ ജനതകളൊക്കെയും ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു തീരുമാനം അവനവിടെ എടുക്കുകയാണ്. അവനതൊരു മാതൃകയായിട്ട്. അപ്പോൾ അത് സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? അതുവരെയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ആ ജനത്തിന് യഹോശാഫാത്ത് പറയുമ്പോൾ ആ ഉപവാസത്തിലേക്ക് വരുവാൻ അവർക്കും നല്ല മനസ്സാണ്. അവർ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട്, ദൈവസന്നിധിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നു. തിരുവചനത്തിൽ ഉപവാസങ്ങൾ വലിയ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ പല ഉപവാസങ്ങളും പലരും പല കാലയളവിലും എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. ഉദാഹരണമായിട്ട് എസ്തേറിൻ്റെ ഉപവാസം, യസ്രായുടെ ഉപവാസം, പൗലോസിൻ്റെ ഉപവാസം, ദാനിയേലിൻ്റെ ഉപവാസം, അങ്ങനെ അനേക ഉപവാസങ്ങൾ തിരുവചനത്തിൽ നാം കാണുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന
സാധാരണ പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തവും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പിടിച്ചുപറ്റുന്നതോടൊപ്പം പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ഒരു വലിയ ആയുധമാക്കി ഉപവാസത്തെ അവരൊക്കെയും എടുത്ത് അങ്ങനെ ഉപവസിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. അങ്ങനെ യഹോശാഫാത്ത് ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് യഹോശാഫാത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. ആ പ്രാർത്ഥനയിൽ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. 20 അധ്യായത്തിൻ്റെ 6 തിരുവചനത്തിൽ അദ്ദേഹം പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമാകുന്നുവല്ലോ. നീ ജനതകളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ശക്തിയും വീര്യവും നിൻ്റെ കയ്യിലായതുകൊണ്ട് ആർക്കും നിന്നോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ലല്ലോ. യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥന ഒരു മോഡൽ പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രാർത്ഥനയുടെ സവിശേഷതകൾ എന്താണ്? യഹോശാഫാത്ത് പ്രാർത്ഥന ആരംഭിക്കുന്നത് നാം വായിക്കുകയാണ്: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമാകുന്നുവല്ലോ. അപ്പോൾ ദൈവം ആരാണ് എന്ന് ഒരു വിളംബരം ചെയ്തുകൊണ്ട്, ദൈവത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിളംബരത്തിൻ്റെ ആവശ്യമില്ല, എന്നാൽ അവനിൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവം സർവശക്തനാണ്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്: നീ ജനതകളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ഒരു രാജ്യത്തെ അല്ല, എല്ലാ രാജ്യത്തെയും രാജാക്കന്മാരുടെ രാജാവാണ് അങ്ങ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, എക്സോൾട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ദൈവം ആരാണെന്ന് വിളംബരം ചെയ്തുകൊണ്ട്, ദൈവത്തിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ആരംഭിക്കാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ പലപ്പോഴും പ്രയാസങ്ങൾ കണ്ട് നാം ഭയപ്പെട്ട് ഇതെങ്ങനെ അതിജീവിക്കുവാൻ കഴിയും, ഇത് എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയോ ആ പ്രശ്നത്തിലേക്ക് നോക്കി തളർന്നു പോകുന്നതിന് പകരം ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം അവൻ പ്രഖ്യാപിക്കണം: നമ്മുടെ ദൈവം സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുക. എന്നിട്ട് യഹോശാഫാത്ത് പറയുകയാണ്: നീ ജനതകളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ശക്തിയും വീര്യവും നിൻ്റെ കയ്യിലായതുകൊണ്ട് ആർക്കും നിന്നോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ഒരു വ്യക്തിക്കും, ഒരു സൈന്യത്തിനും, ഒരു രാജ്യത്തിനും ദൈവത്തോട് എതിർത്ത് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തിയെ അതിജീവിക്കുവാൻ കഴിയുകയില്ല എന്ന പ്രഖ്യാപനമാണ് യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നത്. അപ്പോൾ ഒരു പ്രയാസങ്ങളുടെ നടുവിൽ എന്ന് പറയുമ്പോൾ പലതരങ്ങളിലുള്ള പ്രയാസമാകാം. ഒരുപക്ഷെ ശത്രുക്കൾ നമുക്കെതിരെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ലായിരിക്കാം. പക്ഷേ എന്താണ് നമ്മുടെ രോഗങ്ങളെന്ന ശത്രു, അല്ലെങ്കിൽ നമുക്ക് ഭയമുണ്ടാക്കുന്ന പല രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, മക്കളും മാതാപിതാക്കളും അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഇങ്ങനെ പലതരങ്ങളിലുള്ള പ്രതിസന്ധികൾ നമ്മളൊക്കെയും നേരിടുന്നവരാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ നാം പ്രാർത്ഥിക്കണമെന്ന് യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സർവശക്തനാകുന്ന ദൈവമേ എന്ന് പ്രഘോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആദ്യം കഴിയണം. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വാസത്തോടുകൂടി അത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ യഹോശാഫാത്തിനെ പോലെ നമുക്ക് കഴിയണം. തുടർന്ന് നാം വായിക്കുന്നത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ കാണുന്ന ഗുണം 7 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ നാം കാണുകയാണ്. ഞങ്ങളുടെ ദൈവമേ, നീ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിൻ്റെ സ്നേഹിതനായ അബ്രാഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തില്ലയോ? അവർ അതിൽ പാർത്തു, അതിൽ തിരുനിവാസത്തിനു വേണ്ടി നിനക്കൊരു വിശുദ്ധ മന്ദിരം പണിത് പറഞ്ഞത്. ന്യായവിധിയുടെ വാൾ, പകർച്ചവ്യാധി, ക്ഷാമം എന്നിങ്ങനെ എന്തെങ്കിലും അനർത്ഥം ഞങ്ങൾക്ക് വരുമ്പോൾ നിൻ്റെ നാമം ഈ ആലയത്തിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും നിൻ്റെ സന്നിധിയിലും നിന്ന് ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ നൽകുകയും ചെയ്യും എന്ന്
ദൈവത്തിൻ്റെ വാഗ്ദത്തം അദ്ദേഹം ഓർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, നീ ഞങ്ങളോട് അരുളി ചെയ്ത നിൻ്റെ വാഗ്ദത്തങ്ങൾ നീ ഓർക്കണമേ. അതായത് ന്യായവിധിയുടെ വാൾ, പകർച്ചവ്യാധി, ക്ഷാമം എന്നിങ്ങനെ എന്തെങ്കിലും അനർത്ഥം ഞങ്ങൾക്ക് വരുമ്പോൾ നിൻ്റെ നാമം ഈ ആലയത്തിലുള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാമെന്ന് ശലോമോനോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. മൂന്നാമത് അദ്ദേഹം പറയുന്നത് 10-11 തിരുവചനം, ഇസ്രായേൽ മിസ്രൈം ദേശത്തു നിന്ന് വരുമ്പോൾ അമ്മോന്യരെയും മോവാബ്യരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിക്കുവാൻ നീ ഇസ്രായേൽ മക്കളെ അനുവദിച്ചില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ ഒഴിഞ്ഞുപോയി. ഇപ്പോൾ ഇതാ, നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിൻ്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയുവാൻ അവർ വരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ അവർ പ്രതിഫലം തരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ആ നേരിടുന്ന പ്രതിസന്ധികളെ വിവരിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി? പറയുകയാണ്, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അമ്മോന്യരെയും മോവാബ്യരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിക്കുവാൻ നീ ഇസ്രായേൽ മക്കളെ അനുവദിച്ചില്ലല്ലോ. അപ്പോൾ ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ 3 രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ 3 ജനതകളെ ആക്രമിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തില്ല. അവരെ നശിപ്പിക്കാതെ അതിൻ പ്രകാരം അവർ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിൻ്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയുവാൻ അവർ വരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ അവർ പ്രതിഫലം തരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധിയെ ദൈവത്തെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുകയാണ്. തുടർന്നാണ് 12-ാം വാക്യത്തിൽ അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിലും 3 കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലോ. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഇവർക്കെതിരെ യുദ്ധം വരുമ്പോൾ യഹോശാഫാത്ത് ശക്തനായ രാജ്യമുള്ള അല്ലെങ്കിൽ സൈന്യമുള്ള ഒരു രാജാവാണെങ്കിൽ പോലും അദ്ദേഹം സമ്മതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അതാകുന്ന നിസ്സഹായത ദൈവത്തോട് അദ്ദേഹം ഏറ്റുപറയുകയാണ്. ഞങ്ങൾക്ക് ഇവരോട് എതിർക്കുവാനുള്ള ശക്തിയില്ല. നമ്മെ എന്ന് പറയുമ്പോൾ സമ്പൂർണമായൊരു സമർപ്പണം ദൈവത്തിലേക്ക് അദ്ദേഹം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ലോകപരമായ അതിനുള്ള പോംവഴികൾ, അതിനുള്ള പരിഹാരങ്ങൾ കാണുവാൻ നാം ആദ്യം ശ്രമിക്കും. അതിനുശേഷം അത് പരാജയപ്പെടുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. അനേകർ പ്രാർത്ഥിക്കുവാൻ പോകുന്നതും അനേകർ ധ്യാനങ്ങളിൽ, കൺവെൻഷനുകളിൽ, ഉപവാസങ്ങളിലൊക്കെയും സംബന്ധിക്കാൻ പോകുന്നതും ബുദ്ധിപരമായി ആശ്രയിച്ച് പലതും പരിഹരിക്കുവാൻ ശ്രമിച്ചിട്ട് അസാധ്യമാകുമ്പോഴാണ്. എന്നാൽ യഹോശാഫാത്ത് അതല്ല. യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമല്ല, പിന്നെയോ ആ പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിൽ സൈന്യം അവർക്കെതിരെ വരുമ്പോൾ തന്നെ ദൈവത്തോട് അദ്ദേഹം തൻ്റേതാകുന്ന അവസ്ഥയെക്കുറിച്ച്, നിസ്സഹായതയെക്കുറിച്ച് ദൈവത്തോട് അവൻ പറയുകയാണ്. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അപ്പോൾ നമ്മുടെ ശക്തി പരിമിതമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി വലുതാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് യഹോശാഫാത്തിന് ഇപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് ലോകപരമാകുന്ന ശക്തി, പല സ്വാധീനം പലതും ഉണ്ടായേക്കാം. പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രതിസന്ധി വരുത്തുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്നത് നമ്മുടെ ദൈവം അറിയാതെയല്ല. അപ്പോൾ ദൈവത്തിൽ നാം മുന്നമേ ആ വിഷയം സമർപ്പിക്കുക. ദൈവത്തിന് അസാധ്യമായതല്ല, ദൈവം ശക്തനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ യഹോശാഫാത്തിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ. രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു പ്ലാൻ ബി ഇല്ല. എങ്ങനെ ഇതിനെ നേരിടണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് പല രീതിയിലുള്ള പോംവഴികൾ ലോകപരമായിട്ട് പറയുവാൻ കഴിയും. അങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ, സൈന്യത്തെ അയച്ചോട്ടെ. പക്ഷേ ഒന്നുമില്ല. എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് മൂന്നാമത് അദ്ദേഹം പറയുകയാണ്, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഒരു ഉപവാസത്തോടുകൂടിയാണ് അദ്ദേഹവും യഹൂദ ജനതയൊക്കെയും വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഉപവാസത്തോട് വരുമ്പോൾ ദൈവത്തിലേക്ക് അവരുടെ ദൃഷ്ടികൾ പതിയുകയാണ്. പ്രശ്നങ്ങളിൽ നോക്കുകയല്ല,
ചുറ്റുപാടും സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്നു, ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നു. അവരെ കണ്ട് ഭയപ്പെടുകയല്ല, പിന്നെ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നിസ്സഹായതയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള മനോഭാവത്തോടു കൂടി എന്ന് പറയുമ്പോൾ എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് നാം അവയെ നേരിടുന്നത്? നാം പലപ്പോഴും നമ്മുടെ കഴിവുകളിൽ ആശ്രയിച്ച്, മറ്റുള്ളവരിൽ ആശ്രയിച്ച്, നമുക്കുള്ള സ്വാധീനങ്ങളിൽ നാം ആശ്രയിച്ച്, പണത്തിൽ ആശ്രയിച്ച് പരാജയപ്പെടുമ്പോഴാണോ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്? അതോ യഹോശാഫാത്തിനെ പോലെ പ്രശ്നത്തിൻ്റെ താഴ്വരയിൽ ഭയപ്പെടാതെ, ഭയമുണ്ടായി, മാനുഷികമായ അദ്ദേഹത്തിന് ഭയമുണ്ട് എന്ന് നമ്മുടെ വായിച്ചു. പക്ഷേ ആ ഭയം അവൻ നീക്കുന്നത് എങ്ങനെയാണ്? സർവശക്തനാകുന്ന ദൈവത്തിൽ അവൻ ആശ്രയിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവനെ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് അവൻ വിളംബരം ചെയ്യുകയാണ്. അങ്ങനെ അവൻ സ്വയം ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവൻ നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. തുടർന്ന് വായിക്കണം. അങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ വന്നു. അവർ കുടുംബമായിട്ട് ഈ പ്രതിസന്ധിയിൽ അവർ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ഒരുപക്ഷെ നാം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം ഒരാൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മാത്രം ഉപവസിക്കുന്നൊരു സാഹചര്യം, കുടുംബമായിട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധി കടന്നു വന്ന് ഉപവസിക്കുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ട്, ദൈവം ആ ശത്രുക്കളെ തോൽപ്പിച്ച് അവർക്ക് വിജയം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. പലപ്പോഴും സർവശക്തനാകുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ പ്രയാസങ്ങളുടെ നടുവിൽ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ആശ്രയിക്കുക, ഭാഗികമായിട്ടല്ല, സമ്പൂർണമായൊരു ആശ്രയം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടുകൂടി ഉപവസിച്ച് വരിക എന്ന് പറയുമ്പോൾ ഉപവാസം നാം പഴയ നിമിത്തത്തിൽ കാണുന്നുണ്ട്. രട്ടിലും വെണ്ണീരിലും ഇരുന്നാണ് അവർ ഉപവസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ സുഖങ്ങളൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് സർവശക്തനാകുന്ന ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ വലിയ പ്രതിസന്ധിയെ അതിജീവിച്ച് വിജയം വരിക്കുന്ന യഹോശാഫാത്തിനെ നമുക്കിവിടെ കാണുവാൻ തൊക്കെ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥന, ഉപവാസത്തോടുകൂടിയുള്ളൊരു പ്രാർത്ഥന നമുക്ക് മാതൃകയാകട്ടെ. ആ പ്രയാസങ്ങളെ അതിജീവിച്ച് പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്നത്തിന് പരിഹാരകനാകുന്ന ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ പതിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.